ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിന്ദി ചാപ്റ്റർ 2 ഏതാണ് സിന്ദഗി കാ സഫർ എന്നുള്ള ചാപ്റ്ററിലെ വരാൻ ചാൻസ് ഉണ്ട്, ടിപ്പണി നല്ലപോലെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സിന്റെ കാര്യമാക്കണ്ട കേട്ടോ, അത് ആ ക്വസ്റ്റ്യനിൽ മാത്രമാണ് ഉള്ളത്. സിന്ദഗി കാ ചുനൗതിയോ വിഷയ പർ ടിപ്പണി ലിഖിए. അപ്പോൾ നമുക്ക് ഒരു സെന്റൻസ് ഹിന്ദിയിലും ഒരു സെന്റൻസ് മലയാളം എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. मानव जीवन स्वाभाविक रूप से अनेक कठिनाइयों और बाधाओं से परिपूर्ण होता है. എന്താ പറയുന്നത്, മനുഷ്യന്റെ ജീവിതയാത്രയിൽ വെല്ലുവിളികൾ സ്വാഭാവികമായും കടന്നു വരുന്ന ഒന്നാണ് അല്ലെ. അതെ, इस संसार में ऐसा कोई भी व्यक्ति मिलना असंभव है जिसके जीवन मार्ग से चुनौतियों उपस्थित न होती है. ജീവിതത്തിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഓക്കെ, जब ही हमारे समक्ष कोई चुनौती खड़ी होती है तो उसका दूरता से सामना करता हमारा परम कर्तव्य बन जाता है. എന്താ പറഞ്ഞേ, ഏതൊരു വെല്ലുവിളി മുന്നിൽ വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കടമയാണ്. स्वयं के विकास और मानसिक स्थिरता को प्राप्त करने के लिए इन चुनौतियों से जूझना और उन पर विजय पाना सीखना अनिवार्य है. എന്താ, വ്യക്തിപരമായ വളർച്ചയ്ക്കും മനസ്സിന്റെ സമാധാനത്തിനും വേണ്ടി ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നാം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. यह भी एक सत्य है कि जीवन में आने वाली प्रत्येक चुनौती अपने साथ एक नवीन अवसर भी लेकर आती है. ഓരോ വെല്ലുവിളിയും ജീവിതത്തിലേക്ക് ഒരു പുതിയ സാധ്യത കൂടി തുറന്നിടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ. നമ്മളിപ്പോ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസം പോയി എനിക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ നമുക്ക് വിചാരിക്കാം. എല്ലാവരും മനസ്സിലാക്കണം, നമുക്കൊരു ഡാർക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റും ഉണ്ടാവും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് അതിന്റെ സുഖം നമുക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ, ആസ്വദിക്കാൻ പറ്റുള്ളൂ. സമയം अपने ऊपर विश्वास गहन आत्मचिंता और उचित समय पर लिए गई सही निर्णय हमें किसी भी प्रकार की कठिनाई से पाने में सहायता करते हैं. ക്ഷമ, ആത്മവിശ്വാസം, ആഴത്തിലുള്ള ആത്മപരിശോധന, യുക്തിസഹായമായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ നമുക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ഓക്കെ, यह दुनिया जो काफी हद तक स्वार्थ पर आधारित है, समस्याओं और जटिलताओं से रहित नहीं है. എന്താണ്, സ്വാർത്ഥ ചിന്തകൾക്ക് പ്രാമുഖ്യമുള്ള ഈ ലോകത്തെ പ്രശ്നങ്ങൾ ഒട്ടും കുറവുണ്ടാവില്ല. നമ്മൾ ചിലവരിങ്ങനെ വളരെയധികം സെൽഫിഷ് ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമുക്കറിയാം, ലോകം തന്നെ അങ്ങനെയാണ്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല. നമ്മൾ കുറച്ച് പേര് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യം വരുമോ, അതെന്തായാലും വരും. അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് തോട്ടാണ് നമുക്ക് ഈ ഒരു ഹൈക്യൂവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. निष्कर्ष, यदि जीवन में वास्तविक सफलता प्राप्त करनी थी तो आने वाली हर चुनौती का सामना करने के लिए हमें सदैव तत्पर रहना होगा. എന്നാൽ അതിനാൽ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ വെല്ലുവിളികളെ നേരിടാൻ നാം സദാ സന്നദ്ധരായിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്തായാലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മളെപ്പോഴും സന്നദ്ധരായിരിക്കണം എന്നാണ് നമുക്ക് ഈ ഒരു ഹൈക്യൂവിൽ നിന്നും പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റില് ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഡു ഫോളോ ഫോർ മോർ.